मेहता का उल्टा चश्मा। ആദ്യം എണ്ണ ഒഴിക്കുക, പിന്നെ ജീരകം, അതിനുശേഷം മഞ്ഞളും പിന്നെ കറിവേപ്പിലയും ചേർത്തിളക്കി നിങ്ങളുടേതായ രീതിയിൽ എന്തുണ്ടാക്കാൻ പറ്റുമെന്ന് നോക്കുക. ഇതുപോലെ സ്വാദിഷ്ടമായ വിഭവങ്ങൾ തയ്യാറാക്കാൻ ഇനിയും തുടർന്ന് കാണൂ ടുട്ടു പാചകകല. ഓ എന്താ ഇത്, വിശന്നിട്ട് വയറ് കത്തുന്നു. പാചകം തയ്യാറായിട്ടുണ്ട്. അച്ഛന് ഭക്ഷണം തന്നിട്ട് ഞാൻ ഡാൻസ് ചെയ്യാൻ പോകുന്നുണ്ട്. ഞാൻ അവിടെ ചെന്ന് മതിയാവോളം കളിക്കാൻ പോവാ. ആ മോനെ ടപ്പു, ആ ചീസും സ്ലൈസും ഇങ്ങെടുത്തേ. എന്റെ കൈ മുറിഞ്ഞു പോയല്ലോ അച്ഛാ. സോറി അച്ഛാ. എടാ ടപ്പു, നിന്നെ ഞാൻ വെറുതെ വിടൂലടാ ടപ്പു. ഇത് കഴിച്ചോളൂ അച്ഛാ, അച്ഛന്റെ ഭക്ഷണം തയ്യാറാണ്. മതിയോ? ഇത് കഴിച്ചാൽ അച്ഛന്റെ വിശപ്പ് മാറൂ. ഞാനിത് നിങ്ങൾക്ക് വേണ്ടി മാറ്റി വെച്ചതാ മോളെ. ഞാനിത് മുഴുവനും അകത്താക്കും. എന്റെ ഈശ്വര, എനിക്കിത് എന്താ സംഭവിച്ചത്? അല്ല, എന്റെ കൈക്ക് ഇതെന്താ പറ്റിയത്? കഷ്ടം, എന്റെ വടിയും ഒടിഞ്ഞു പോയി. കണ്ണടയും 2 കഷ്ണമായല്ലോ. രാത്രി 8 മണി മുതൽ 10 മണി വരെ നിങ്ങളും നിങ്ങളുടെ സമീപത്തുള്ളവരും ജാഗ്രത പാലിക്കണം. അയ്യോ, അതെന്തിനാ? എന്റെ മോളെ, ഈ ടേബിളും 2ആയി പോയല്ലോ. ഭക്ഷണം കഴിച്ചപ്പോ എനിക്ക് പ്രത്യേക എനർജി ഉണ്ടായെന്ന് തോന്നുന്നു. പുറത്ത് ഡാൻസ് ചെയ്യുന്നവരോട് പോയിട്ട് ഡാൻസ് ചെയ്തിട്ട് വരാം. അച്ഛാ, ഒന്ന് നിൽക്കണേ, ഞാനും വരാം. എന്നാലും എന്റെ ബീഡ ചേട്ടാ, എന്നെ എപ്പോഴും ഇങ്ങനെ ഉപദ്രവിച്ചോണ്ടിരിക്കണം അല്ലേ? അമ്മാവനിങ്ങ എത്തിയല്ലോ. അയ്യോ അമ്മാവാ. എന്റെ കൈക്ക് എന്തു മാറ്റം സംഭവിച്ചെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഒരു കാര്യം ചെയ്യാം, ആ തബല ഒന്ന് കൊട്ടി നോക്കാം. എന്റെ ഭഗവാനെ, ഇതും പൊട്ടിപ്പോയല്ലോ. 7ൽ 4 സ്വരങ്ങളെ ബാക്കിയുള്ളൂ. 3 അച്ഛൻ കാരണം തകർന്നു പോയല്ലോ. ഹലോ ചേട്ടാ സാറേ, ഇന്ന് നമ്മുടെ കടയിൽ നിന്ന് 20 TV വിൽപ്പനയായിട്ടുണ്ട്. പിന്നെ അതുകൂടാതെ കുറെ ഗുണ്ടകൾ വന്ന് കട പിടിച്ചടക്കിയിരിക്കുക. എന്ത്? യു ഫീലിംഗ് തെറ്റിപ്പോയി. അതായത് കടയിൽ നിന്ന് 20 TV വിൽപ്പനയായിട്ടുണ്ട്. അതുകൂടാതെ കട മുഴുവൻ ഗുണ്ടകൾ വന്ന് പിടിച്ചടക്കിയിരിക്കുക. എല്ലാവരും വേഗം വരൂ, എന്റെ കടയിൽ കുറെ ഗുണ്ടകൾ വന്നിട്ടുണ്ടത്രേ. ചതിച്ചല്ലോ ഭഗവാനെ, നമ്മളിനി എന്ത് ചെയ്യും? ഞാൻ ഈ പ്രശ്നം ഒരു നിമിഷം കൊണ്ട് സോൾവ് ചെയ്തു തരാം. കട മുതലാളി ഇത്ര പെട്ടെന്ന് എത്തിയോ? കൊള്ളാലോ. എടോ, തനിക്ക് എന്റെ കടയിൽ എന്താടോ കാര്യം? ഇതാ ഈ ചോക്ലേറ്റ് കഴിക്ക. ചോക്ലേറ്റ് നന്നായിട്ടുണ്ട്, ചോക്ലേറ്റ് നന്നായിട്ടുണ്ട്. കഴിഞ്ഞോ? ഇതാ ഈ ടിഷ്യൂ ഉപയോഗിച്ച് തുടച്ചോളൂ.
LMNOPQR നിങ്ങൾ ശരിക്കും കുടുങ്ങിപ്പോയല്ലോ കടമുതലാളി. ഇത് ടിഷ്യൂ പേപ്പർ അല്ല, പ്രോപ്പർട്ടിയുമായി ബന്ധപ്പെട്ട പേപ്പർ ആണല്ലോ. നിങ്ങളുടെ വില്ലടയാളം പതിഞ്ഞു കഴിഞ്ഞു. എന്താ ചേട്ടാ ബ്രോ, നിങ്ങൾ സൈഡിലേക്ക് മാറിക്കേ. ഞാനിപ്പോ ഈ ലോകം തകടം മറിക്കും. ഇവര് കുറെ പേരുണ്ടല്ലോ, ഓടിക്കോ. അവരെ അടിച്ച് നിരപ്പാക്കണോ? ശരി ബോസ്. എന്നാടാ നോക്കി നിൽക്കുന്നത്? ചെന്നിടിക്കടാവന്മാരെ. കണ്ടില്ലേ അച്ഛാ, അവര് നിങ്ങളുടെ അടുത്തേക്കാ വരുന്നത്. Come on, Mutasha. ഈ മുതുക്കൻ എല്ലാരും ഇടിച്ച് നിരപ്പാക്കിയല്ലോ. ഇവിടുന്ന് എത്രയും പെട്ടെന്ന് രക്ഷപ്പെടുന്നതായിരിക്കും നല്ലത്. അത് നോക്കിക്കേ, ആ റൗഡി ഓടിക്കളഞ്ഞു. എന്റെ മുത്തശ്ശ പുറകെ ഓടാതിരിക്കുന്നതാണ് നല്ലത്. നമുക്ക് ആ കടയങ്ങ് ഷെയർ ചെയ്തെടുക്കാവുന്നേ. എന്റെ കടയാടോ അത്? സോഷ്യൽ മീഡിയയിൽ വീഡിയോ അല്ല ഷെയർ ചെയ്യാനായിട്ട്. ആടോ, നമുക്ക് ഈ കാണുന്ന മിറർ മൈസിലേക്ക് കയറി പോകാം. എടോ മുത്തശ്ശ, ഞങ്ങൾ നിന്നെ വെറുതെ വിടാൻ പോകുന്നില്ല. എടാ ചൂണ്ടലി, നിന്നെ ഇപ്പൊ കാണിച്ചു തരാടാ. ഇന്നാ പിടിച്ചോടാ. എടാ ഓടിക്കോടാ. അയ്യോ, നാശിപ്പിച്ചു. എന്നാലും എന്റെ മരുമോളെ, അവന്മാരെ എന്റെ കൈ കിട്ടിന്ന് തന്നെ കരുതിയതാ. മുത്തശ്ശ, ഇത് വെച്ചോളൂ. അവരെ കയറെറിഞ്ഞ് നമുക്ക് പിടിക്കാം. എന്റെ കൈക്ക് മഹാശക്തിയാണല്ലോ കിട്ടിയിരിക്കുന്നത്. ട്രക്കിനെ പോലും പിടിച്ചു നിർത്താനുള്ള ശക്തി. ബോസ്, ഓടി രക്ഷപ്പെട്ടാൽ ജീവൻ രക്ഷിക്കാം. രക്ഷപ്പെടാം. ആ ഗുണ്ടകളെ പിടികൂടിയേ പറ്റൂ. എന്റെ അടുത്തൊരു പ്ലാൻ ഉണ്ട്. തപ്പു 399 ആണോ 499 ആണോ? സിമ്മിന്റെ പ്ലാൻ അല്ല, ഗുണ്ടകളെ പിടിക്കാനുള്ള പ്ലാൻ. മുത്തശ്ശ, ഞങ്ങൾ ഈ ഉന്തുവണ്ടിയിലിരിക്കാം. മുഷ്ടി ചുരുട്ടി ഒരിടി തരണം. യോ, ഞങ്ങളെ ഇടിക്കല്ലേ. ഈ ഉന്തുവണ്ടിയെ ഇടിച്ചു തെറിപ്പിക്കാനാണ് പറഞ്ഞത്. വരൂ, വീണ്ടും നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. മുത്തശ്ശന്റെ വടി കയ്യിലെടുത്തത് പ്രയോജനപ്പെട്ടു. ദാ പിടിച്ചോ. ഇനി ഇവൻ രക്ഷപ്പെടാൻ ശ്രമിച്ചാൽ ഞാൻ ഇവന്റെ ലോകം തകടം മറിക്കും. Don't do just chill. 10th ഫെയിൽ ആയപ്പോഴാ ഇത്രയടി ഞാൻ ഒരുമിച്ച് കൊണ്ടത്. എനിക്കൊരു തെറ്റ് പറ്റി പോയതാ. എനിക്ക് മാപ്പ് തരണം മുതലാളി. സോണി കാർ ഗാരേജ്, നമ്പൂരി സയൻസ് ലാബ്, അബ്ദുൽ പലേർക്ക് കട, കോൺവെന്റ് സ്കൂൾ. ഈ ഫ്രോഡിന്റെ കയ്യിൽ ഞങ്ങളുടെ സ്കൂളിന്റെ പേപ്പേഴ്സ് ഉണ്ടല്ലോ. അയ്യോ, ആ മുത്തച്ഛന്റെ വീണ്ടും വരുന്നേ.
അതെ ആനച്ചേട്ടാ, കണ്ടില്ലേ എന്റെ അച്ഛന്റെ അസുഖം ഒന്ന് മാറ്റിത്തരാവോ? ഈ കൈ കാരണം എനിക്ക് എന്തുമാത്രം പ്രശ്നങ്ങൾ ഉണ്ടായെന്നോ. ഡോക്ടർ ഇതൊന്ന് നോർമൽ ആക്കി തരൂ. മുത്തശ്ശ, നിങ്ങൾ ഈ മരുന്നൊന്ന് കുടിച്ചാട്ടെ, എല്ലാ പ്രശ്നങ്ങളും ശരിയാണ്. ഇപ്പൊ എന്റെ കൈയുടെ ഭാരമൊക്കെ കുറഞ്ഞു മക്കളെ. മക്കളെ നിങ്ങൾ പേടിക്കൊന്നും വേണ്ട, ഇത് പ്ലാസ്റ്റിക് ചെയറാ. അയ്യോ എന്താ ഇത്? ദയേ ദയേ ദയേ, തനിക്ക് എന്താ പറ്റിയത്? എന്താ കാര്യം എന്ന് പറ. അതെ അതെ, എന്താണെന്ന് എന്നോടൊന്ന് പറയടി. ഇത്ര പെട്ടെന്ന് നിങ്ങൾ എവിടെ പോയി? ഈ സന്തോഷത്തിന്റെ കാരണമൊന്നും പറഞ്ഞില്ലല്ലോ. സൊസൈറ്റിയിൽ ഒരു സെയിൽസ്മാൻ വന്നിട്ടുണ്ട്. സാധനങ്ങളൊക്കെ വില കുറച്ച് തരുന്നുണ്ടെന്നാ കേട്ടത്. 300 രൂപയ്ക്ക് കേബിൾ. ഇതിപ്പോ വില കൂടുതലല്ലേ? അതെ, പക്ഷേ 20 രൂപയ്ക്ക് ടിവി തരുന്നുണ്ടല്ലോ നമുക്ക്. 200 രൂപയുടെ ഐസ്ക്രീം. 200? എന്റെ അമ്മോ. അതെ, പക്ഷേ 20 രൂപയ്ക്ക് ഫ്രിഡ്ജും തരുന്നുണ്ടല്ലോ. മമ്മി, നമുക്ക് അങ്ങോട്ടേക്ക് പോവാം. എല്ലാവരും കേൾക്കുവിൻ, ശ്രദ്ധിക്കൂ ശ്രദ്ധിക്കൂ. ഞങ്ങളുടെ യൂണിക് സാധനങ്ങൾ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന ഫാക്ടറി അടച്ചുപൂട്ടുകയാണ്. അതിനാൽ എല്ലാ സാധനങ്ങളും ഞങ്ങൾ വിലക്കുറവിൽ നൽകുകയാണ്. വരുവിൻ, ഈ സുവർണാവസരം പ്രയോജനപ്പെടുത്തുവിൻ. വെറും 4000 രൂപയ്ക്ക് റിവോൾവിംഗ് ചെയർ സ്വന്തമാക്കുവിൻ. പൊന്നു വിലയാണല്ലോ. 4000 രൂപ ഞങ്ങൾ നിങ്ങൾക്കാണ് തരുന്നത്. ഈ ചെയർ മോശമാണെന്ന് തോന്നുന്നുണ്ടോ? ഈ ചെയർ എങ്ങനെയുണ്ടെന്ന് ഞാനും കൂടെ ഒന്ന് കാണട്ടെ. വരൂ വരൂ, വെൽക്കം സർ. ചെക്ക് ചെയ്തു പ്ലീസ്. ആഹാ, ഇത് കൊള്ളാമല്ലോ, നല്ല രസമുണ്ട്. ഇത് കിടിലൻ ചെയറാണ് കേട്ടാ, അടിപൊളിയായിട്ടുണ്ട്. അയ്യോ അയ്യോ അയ്യോ, എന്താ പറ്റി? അയ്യോ നിർത്ത, അയ്യോ നിർത്ത, എന്റെ ഗോതമ്പ് പൊടി പോയേ, രക്ഷിക്കണേ. എടാ അബ്ദുള്ള, താൻ എന്തായി ചെയ്തത്? ലോകം ഞാൻ തകിടം മറിക്കും. എന്താ ഇത്? വിലപിടിപ്പുള്ള ഗോതമ്പൊടിയാണോ വേസ്റ്റ് ആക്കുന്നത്? കുറച്ച് ശേഖരിച്ചു വെക്കാം. ഇത് വലിയ കുഴപ്പം പിടിച്ച ഭീകരമായ ഒരു ചെയർ തന്നെയാണോ? ദൈവമേ, എന്റെ ദയ, നീ എന്താ ആളെ പേടിപ്പിക്കാണോ? ഓ ശിവ ശിവ. നിങ്ങളുടെ പക്കൽ എല്ലാ യൂണിക് ഐറ്റംസും ഉണ്ടല്ലോ. പക്ഷെ ഈ ഷൂസിൽ യൂണിക് ആയിട്ട് എന്താ ഉള്ളത്? എന്റെ പൊന്ന് സാറേ, ഇതും കാലിലിട്ട് താങ്കൾ ഓടാൻ തുടങ്ങണം. ഇനി അഥവാ എവിടെങ്കിലും നിന്ന് പോയാലുണ്ടല്ലോ, പിന്നെ അതിനകത്ത് തൊട്ടിപ്പോകും. ഷൂസിനകത്ത് കാലിട്ടു? അല്ല അല്ല, ഷൂസ് ഭൂമിയിലൊട്ടി പോകും. അല്ല ചേട്ടാ, എന്താ ഈ ആലോചിച്ച് നിൽക്കുന്നത്? ഓടിത്തുടങ്ങ്. ശരിയാ, ഈ ഷൂസ് ഇട്ടുകൊണ്ട് ഓടാൻ ഒരു പ്രത്യേക സുഖം തോന്നുന്നുണ്ട്. അതെ ചേച്ചി, ഇത് അതിനേക്കാൾ യൂണിക് ഐറ്റമാണ്. എസ്പെഷ്യലി ഇത് നിർമ്മിച്ചത് തന്നെ ലൈഫിൽ പറക്കാൻ ആഗ്രഹമുള്ളവർക്ക് വേണ്ടിയാണ്. എനിക്ക് മനസ്സിലായി. എന്റെ കുഞ്ഞു നല്ല സ്വപ്നമാണ് നിറവേറിയിരിക്കുന്നത്. ശിവ ശിവ. അത് ശരി, അപ്പോഴേക്കും അങ്ങ് പോയോ? ടപ്പുവിന്റെ പരീക്ഷ തുടങ്ങാൻ പോവല്ലോ, അതുകൊണ്ട് ഒരു കാര്യം ചെയ്തേക്കാം. ഇനി മുതൽ ടിവി കാണുന്നില്ല. അയ്യോ അമ്മേ, വേണ്ട. ഈ സൊസൈറ്റിക്കകത്ത് വട്ടം കറങ്ങി ബോറടിക്കാൻ തുടങ്ങി. ഇനി കുറച്ചു നേരം നഗരത്തിൽ ചെന്ന് ഓടി നോക്കിട്ട് വരാം. ടപ്പുന്റെ അച്ഛൻ പുറത്തേക്ക് പോയോ? എന്നാ പിന്നെ ഞാനും ടപ്പുന്റെ അച്ഛന്റെ പുറകെ പോവാ. നേരെ നോക്കി ഓടൂ. അതെ ചേട്ടാ, വഴിന്ന് മാറി നിൽക്കേ.
അല്ല ഈ മീറ്റർ എങ്ങനെയാ എന്റെ വായിൽ വന്നത് മനസ്സിലാവുന്നില്ലല്ലോ. അയ്യോ സാറേ എന്റെ റിട്ട കൊണ്ടുപോകല്ലേ. യോ ഞാനിനി എന്ത് ചെയ്യും? എല്ലാ രീതിയിലും ഞാൻ കുടുങ്ങിപ്പോയല്ലോ. കൊള്ളാലോ ദേ നിന്റെ സൂത്രം. നീ എന്നെ രക്ഷിച്ചു അല്ലേ? കോൺസ്റ്റബിൾ, അയാൾ നമ്മുടെ ജീപ്പിന്റെ സ്റ്റിയറിംഗ് കൊണ്ടാണല്ലോ ഓടുന്നത്. അവനെ പിടിക്കാൻ നോക്കണോ? ഓ നിക്കടാ അവിടെ. അവിടെ നിൽക്കാൻ. ഇവിടെ അവിടെ നിൽക്കാൻ. ഓടി ഓടി ഞാൻ തളർന്നു പോയി. ചതിച്ചോ? ഷൂസ് വീണ്ടും ഒട്ടിപ്പിടിച്ചല്ലോ. തുടർന്ന് ഓടിക്കൊണ്ടേയിരിക്കണം. എവിടെയാ? അയ്യോ എന്റെ മൊബൈല്. ചേട്ടാ മോനെ. എടോ ഞാൻ എന്റെ മോനെ മരുമോളെ ഓർത്ത് പേടിച്ചിരിക്കുക. അപ്പോഴാ തന്റെ ഒരു ഷൂസ്. അങ്ങനൊക്കെ പറഞ്ഞ സ്വന്തം കാര്യമല്ല മാവ നമ്മൾ ആദ്യം നോക്കണത്. പിന്നെ വരുന്നു. പോയി. അത് കണ്ടോ? ഒരു നിഴൽ രൂപം ഓടി വരുന്ന കണ്ടോ? കണ്ടാൽ ഒരു മനുഷ്യനെ പോലെ ഉണ്ട്. എന്റെ അമ്മച്ചേ. ഉരുളക്കിഴങ്ങ് വിലക്കുറവ്. അച്ഛന്റെ ഷൂസ് അഴിച്ചു മാറ്റാൻ ഒരു ഐഡിയ ഉണ്ട്. മോനെ ടപ്പു എന്തെങ്കിലും ചെയ്യടാ. ഓടി ഓടി എനിക്ക് വയ്യാതായി മക്കളെ. താങ്ക് യു ടപ്പു. നീ എന്റെ ഷൂസ് അങ്ങ് അഴിച്ചെടുത്തല്ലോ. ഷൂസ് എന്ന് കേട്ടാ വെറുപ്പ് തോന്നുന്നു എനിക്ക്. ഇനി കോട്ട് സോട്ട് ഇട്ടാലും ഷൂസ് ഇടില്ല. സ്ലിപ്പർ തന്നെ മതി. കൊള്ളാം ചേട്ടാ, കൊള്ളാം. എങ്ങനെയെങ്കിലും എന്റെ ചെരുപ്പൊന്ന് അഴിച്ചു
ചേട്ടത്തി, നിങ്ങൾ ഇനി എന്നും ഇങ്ങനെ തുള്ളിച്ചാടണം. ശരീരം ഫിറ്റ് ആയിരിക്കും. അമ്മേന്റെ ചെരുപ്പ് കാലിൽ നിന്ന് അഴിക്കാൻ ഈ ടപ്പുവിന്റെ അടുത്ത് ഐഡിയ ഉണ്ട്. വരൂ. എന്റെ ദയേ, ഇനി നിനക്ക് ഏത് ഷൂസ് വേണമെന്നാ പറയുന്നത്? എവിടെയാ ഷൂസ്? ഓടിച്ചു വിട്ടതല്ലേ.